ഷേർലി ചാടിച്ചാടി നിക്കണോട്ടോ. കാരണം VIP 2000 രൂപ മാറാനായിട്ട് വന്ന ദിവസമാണ്. എന്റെ പൊന്ന് സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. VIP മാത്രമേ ഈ ബാങ്കിലോട്ട് 2000 നോട്ട് മാറാൻ വരുത്തുള്ള, സാധാരണക്കാര് വരുത്തില്ലേ? ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ എവിടെ ഇരിക്കണു 2000? അവരെ ഇരിക്കണ 500 100 അല്ലേ? അതൊക്കെ മുഷിഞ്ഞു ഇറങ്ങിയല്ലേ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഈ 2000 രൂപ കൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാ. ഇപ്പൊ ഇത് നിരോധനം പറഞ്ഞപ്പോ ഇറക്കും ഇപ്പൊ തന്നെ. വരട്ടെ. അതുകൊണ്ടാ പറഞ്ഞ ചാടി നിക്കണം. മനസ്സിലായില്ലേ? ബാങ്കി പശു കയറിയോ? അയ്യോ, പശു അല്ല. ചില്ലറ വല്ലതും ഉണ്ടോ? എന്റെ കയ്യിൽ ഇല്ലല്ലോ. 2000 ചില്ലറ തരട്ടെ. എത്ര? 2000 2000 രൂപ മോട്ട് തരാ സാറേ. ഞാനിത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിച്ചെടുത്ത് ചില്ലറയാക്കി വെച്ചത് എല്ലാം കൂടെ സ്വരൂപിച്ച് 2000 നോട്ടാക്കി വെച്ചിരിക്കുക. ഞാൻ മോട്ടിക്കത്തില്ല സാറേ. മതി മതി. ഒരു 2000 അല്ലേ ഉള്ളു? ഒരു 2000 തൽക്കാലം ഒരു കെട്ട് 2000 അതിന് ചില്ലറ. അയ്യോ, ഒരു കെട്ട് 2000. അപ്പൊ ഇത് 2 ലക്ഷം രൂപയാ? എനിക്കറിയില്ല, എത്ര കൊണ്ടൊന്നും അറിയില്ല. എല്ലാം 2000-ന്റെ. അതെ, ഒന്നിങ്ങി ആര്? അല്ല, ഇവിടെ വിളിച്ച എന്നെ സാറിനെ വിളിച്ചത്. എന്നെയോ? ആ, സാറിനെ വിളിച്ചത്. വെള്ളം കൊണ്ട് വെച്ചിട്ട് തരാവോ? എന്ത്? എന്റെ തല ചുറ്റുന്നു. അയ്യോ 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 അയ്യോ. സാറ് അഭ്യാസം കാണിക്കില്ലേ? ആദ്യമായിട്ട് വിളിക്കാം സാറേ. അല്ലാതെ അതെ സാറേ, ഇങ്ങോട്ട് പോ. ഓ, അതെ. എന്തോ? സാർ ഈ ബാങ്കിലേക്ക് വന്ന് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. സാറേ, ഞങ്ങൾ വേറൊരു പരിപാടിയുണ്ട്. ഞങ്ങൾ ഈ പുതിയൊരു സ്കീം എടുത്തിട്ടുണ്ട്. ചീനിയല്ല, സ്കീം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6000 രൂപ വെച്ച് മാസം അടച്ചാൽ മരിച്ചു കഴിയുമ്പോ സാറിന് 1 കോടി രൂപ കിട്ടും. പുതിയ പദ്ധതിയാ? അതെ. ജലസേചന പദ്ധതിയാ? അല്ല, എങ്ങനെയാന്ന് വെച്ചാ അമ്മാവൻ ഒരു 6000 രൂപ വെച്ച് മാസം ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ അമ്മാവൻ മരിച്ചു കഴിയുമ്പോൾ 1 കോടി രൂപയായി ബാങ്ക് അത് തിരിച്ചു തരും. തരും. ഓ, ഞാൻ മരിച്ചു കഴിയുമ്പോ 1-ാം തരം പദ്ധതിയാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പറാ. പക്ഷേ ഈ പദ്ധതി ഞാൻ ചേർന്നു. ചെറിയൊരു ചേഞ്ച്, ഒരു എന്റെ വക ഒരു മാറ്റം ഒന്ന് വരുത്തണം. അതൊരു ആഗ്രഹമാണ്. അതായത് നിങ്ങൾ ആദ്യം 1 കോടി രൂപ എനിക്ക് തരുന്നു. ഞാനത് മാസാമാസം മരിക്കുന്നത് വരെ 6000 വെച്ച് അടച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ടാ? നിങ്ങൾ 1 കോടി രൂപ ആദ്യം എനിക്ക് തരുന്നു. ഞാനത് മരിക്കുന്ന വരെ മാസാമാസം 6000 രൂപ വെച്ച് നിങ്ങൾ അടച്ചോണ്ടിരിക്കുന്നു. ഇറങ്ങി ഇവിടെ കണ്ടുപോരുത്. അങ്ങനെ എങ്ങോട്ട് ഇറങ്ങി? അല്ല, പൈസ കൊടുത്തു. അല്ല, ഈ പൈസ ഞാൻ കൊണ്ടിട്ട് എന്തെടുക്കാനാ? മാറണ്ടേ? മാറണമെങ്കിൽ ഒത്തിരി പരിപാടിയുണ്ട്. ഏതെങ്കിലും കടയിൽ കൊണ്ട് മാറാൻ നോക്ക്. അല്ല, ഞാൻ ഒരു കടയിലും പോകത്തില്ല. ആകെ പോകുന്ന ബീവറേജില്ല. ആണോ? ബീവറേജിൽ ചെന്നപ്പോ ഈ പൈസ എടുക്കത്തില്ലെന്ന് പറഞ്ഞു 2000-ന്റെ. അതൊരു കാര്യം ചെയ്യ്. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. 2 വീലർ ആണോ 4 വീലർ ആണോ? 4 വീലറാ. ആണോ? എന്നാ വല്ല പമ്പിലും കൊണ്ട് പെട്രോൾ അടിക്കുക, അപ്പൊ മാറി കിട്ടും. 4 വീലറിന്റെ. ഒരു മിനിറ്റ്. ഇതിന്റെ ടാങ്ക് എവിടാന്ന് പറഞ്ഞ 2000-നോ 4000-നോ ഞാൻ അടിക്കാം. ഇതെന്റെ 4 വീലർ. സാറേ, എനിക്ക് 2000 ചില്ലറാ പ്ലീസ്. ഞങ്ങളുടെ ചില്ലറ ഒരു കാര്യം ചെയ്യ്. ഇതിനകത്ത് ഇനിയുമുണ്ട്. ഇഷ്ടംപോലെ കാശുണ്ട്. അതെനിക്ക് മാറി. രാവിലെ തന്നെ മെനകേട് ഉണ്ടാക്കാതെ ഒന്ന് ഇറങ്ങി പോവും അമ്മാവാ. ശരി, ഞാനൊരു ധർമ്മക്കാരനാണ്, സമ്മതിച്ചു. എല്ലാം കൂടെ ഇത് മൊത്തത്തില് പിന്നെ വീട്ടിലിരിക്കുന്ന 3 ചാക്കൂടെ വെച്ച് എടുക്കുവാണെങ്കിൽ എല്ലാം കൂടെ 2-2.5 കോടി രൂപ ഉണ്ടാവും. 2.5 കോടിയോ? ഞാനിത് ഇവിടെ അങ്ങ് നിക്ഷേപിക്കാം. നിങ്ങൾ എനിക്ക് 6000 രൂപ വെച്ച് മാസം തരുമോ? അല്ല, ജീവിക്കാൻ 2.5 കോടി തരും. 6000 വെച്ച് തരുമോ? വിവരമില്ലായ്മ കാണിച്ചത്. ആ അമ്മാവിന്റെ കയ്യിൽ 2.5 കോടി രൂപ ഉണ്ടായിരുന്നു. 2.5 കോടി രൂപ മാസം 6000 രൂപ വെച്ച് 2.5 കോടി രൂപ ഉണ്ടായിരുന്നു.
ആ 2.5 കോടി രൂപ ഈ ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ എത്ര രൂപ പലിശ കിട്ടിയേനെ? ആ അമ്മാവന് വെറും 6000 രൂപ കൊടുത്താൽ മതിയായിരുന്നു. എന്റെ എനിക്ക് ഈ പോയ ബുദ്ധി ആന പിടിച്ച കിട്ടി. ഇനി എന്നെ ചെയ്യും? അരണയുടെ ബുദ്ധിയാ നീ. എവിടെ വണ്ടി ഓടിച്ചോണ്ട് പോണത്? കണ്ണു കണ്ടുകൂടെ മനുഷ്യൻകാർ വണ്ടി വിളിച്ചോണ്ട് പോയേക്കണ വഴി പ്രായമുള്ളവരാണെന്നുള്ള ചിന്ത ഒരു വഴി വണ്ടി എടുത്തോണ്ട് പോയേക്കണം മതി. നമസ്കാരം സാറേ. എന്റെ മോനങ്ങ് ബ്രസീലാണ്. ബ്രസീല്. അവിടുന്ന് പൈസ അയച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി വന്നാ. അക്കൗണ്ട് നമ്പർ ഉണ്ടോ? പിന്നെ 7037 95 43 77. അതേത് അക്കൗണ്ട് നമ്പർ? നമ്മുടെ അക്കമ്മേരെ അക്കാമ്മയുടെ നമ്പർ അല്ലെന്നോ? ഈ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ കയ്യിലുണ്ടോ? അപ്പാപ്പന്റെ നമ്പർ അതുണ്ട് നമ്പർ. ആ അക്കൗണ്ട് നമ്പർ ഒരു കാര്യം ഞാൻ പുള്ളിക്കാരന്റെ ഫയലിങ് എടുത്തേ. ആ ഫോമ ഇതിനകത്ത് ഒപ്പിടണേ. ഒപ്പിട. ഒപ്പിടറിഞ്ഞൂടെ അമ്മാവാ? ഓ, ആ ഫോമിൽ അവിടെ ഒന്ന് ഒപ്പിട്ട് കൊടുത്തേക്ക്. ഞാൻ ഒപ്പല്ല, ഞാൻ മറ്റേ തമ്പാക്കനാണ്. തമ്പാക്കോ? തമ്പ്. തമ്പ്. അമ്മാവാ ഓ, ഇതിലോട്ട് നീക്കിക്കേ. ഈ ബാങ്കിന്റെ എല്ലാ പേപ്പറിലും പുള്ളി വലിച്ചു വാരി മഷി മുഴുവൻ തേച്ച് വെച്ചേക്കണം. ഇതെന്ത് പണിയാ കാണിച്ചത്? അതെനിക്ക് വായിക്കാൻ അറിയാമെങ്കിൽ എനിക്ക് പിന്നെ ഒപ്പിട അറിഞ്ഞൂടെ? ഒപ്പിടാൻ അറിഞ്ഞൂടെ? അല്ല പിന്നെ ഇതിന്റെ ചില്ലറ മറ്റവർക്ക് കൊടുക്കണേ. ഇതെന്തോ സംഭവം? ഇത് പ്ലാവല. പ്ലാവലിന്റെ മോനെ ആണോ? അതല്ല, ഇതെന്തോ സംഭവം? ഇത് 2000-ന്റെ ഒറ്റ നോട്ട്. ഇതാണ് 2000-ന്റെ ഒറ്റ നോട്ട്. എന്റെ പൊന്നു മോനെ, ഉള്ള കാര്യം പറയാല്, TV-യിൽ ഇത് വരണമെന്ന് പറഞ്ഞ് കാണിച്ചതും പരസ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇത് നിർത്തലാക്കി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ. നേരിട്ട് എനിക്ക് ഇപ്പോഴാണ് കാണാൻ ഒരു അവസരം കിട്ടിയത് മോനെ. ഒരു കാര്യം പറയട്ടെ മോനെ, നല്ല മുട്ടായി കണക്കിരിക്കണ ഈ പൈസ, ഈ 50-ന്റെ 100-ന്റെ നോട്ട് മാത്രം എന്തെങ്കിലും ഞണിങ്ങിയിരിക്കുന്ന ഈ 50-ന്റെ നോട്ട് എന്നൊക്കെ പറഞ്ഞ, ഈ 100 നോട്ട് എന്നൊക്കെ പറഞ്ഞ ഈ പാവപ്പെട്ടം കൊണ്ടു കിടക്കുന്നുണ്ട്. അതെ, നമ്മൾ ഈ സാധാരണ കടയിൽ പോകുമ്പോഴും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് 50-ന്റെ 100-ന്റെ നോട്ടൊക്കെ അല്ലേ കൊടുക്കുന്നത്. ഈ 2000-ന്റെ നോട്ടൊക്കെ നല്ല പണക്കാരുടെ കയ്യിലേ കാണത്തുള്ളൂ. അവരുടെ കയ്യിൽ മറ്റേ ലോക്കറിലും അവരുടെ ഷെൽഫിലൊക്കെ ഇങ്ങനെ പൂട്ടി കെട്ടി വെച്ചേക്കും. അതുകൊണ്ടാണ് ഈ നോട്ടൊക്കെ ഇങ്ങനെ പുത്തം പോലെ. അപ്പൊ അലമാരക്കകത്തും പെട്ടിക്കകത്തും പൂട്ടി വെച്ചോണ്ടാണ് സർക്കാർ ഇപ്പൊ അങ്ങ് നിർത്തലാക്കിയത്. എന്റെ പൈസ തമ്മിൽ പൈസ വന്നോളും. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കോ കേട്ടോ. ഈ ബാങ്കിന്റെ മെയിൻ ആളാരാണ്? ഇപ്പൊ ഇവളാണ് മെയിൻ ആൾ. ഈ ബാങ്കിന്റെ മെയിൻ ആളാരാ? മെയിൻ ആള് ഞാനല്ല, ഇരിക്കുന്ന സാറാ. നിങ്ങളാണോ മെയിൻ ആള്? ആണോ? ഒരുമാതിരി മറ്റേ പരിപാടി എന്റെ അടുത്ത് കാണിക്കില്ല. നിങ്ങളാണോ ഇന്നലെ ബാങ്കിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് OTP എത്ര, നിങ്ങളെ മറ്റേ ATM കാർഡിന്റെ നമ്പർ എത്ര, ഒരു OTP വരും പറഞ്ഞു തന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാ. ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ 0 ബാലൻസ് കിടന്ന പൈസ ആണ്. എന്തെന്ന്? ഒരു പൈസ എന്റെ അക്കൗണ്ടിൽ എല്ലാം മൊത്തം പോയി. താരൊക്കെ 21 ഉണ്ടാക്കണം ജീവിക്കണത്. എടാ വല്ലവരും വിളിച്ചു ചോദിച്ചിട്ട് OTP നമ്പർ എത്രയാന്ന്, രഹസ്യ കോഡ് എത്രയാന്ന് ചോദിക്കുമ്പോ അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുവാണോ? വല്ലവരും ആണോ? ബാങ്കിൽ തന്നെ വിളിച്ചതൊന്നും വിളിച്ചിട്ടില്ലെന്ന്. നിങ്ങൾ വിളിച്ചില്ല? എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്തിനു വിളിക്കണേ? ഒരു മിനിറ്റ്, എന്താ ഷാർലി? എങ്ങാനും വിളിച്ചോ? ഞാൻ എന്തിനു വിളിക്കണം? വിളിച്ചില്ലല്ലോ. ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് വിളിക്കത്തില്ല. ഈ ബാങ്കിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. അപ്പൊ എന്റെ പൈസ പോയാ? പൈസ പോയി കാണും. നിങ്ങൾക്ക് അറിയാമോ, നിങ്ങൾ ഈ വെളിയിരിക്കുന്ന ATM ഇല്ലേ, അതിനകത്ത് 5 പ്രാവശ്യം ഞാൻ കയറി ബാലൻസ് നോക്കിയത് 0 ബാലൻസ്. ഒരു പൈസയില്ല. അതിന്റെ അകത്ത് എത്ര പ്രാവശ്യം നോക്കി? 5 പ്രാവശ്യം. 5 പ്രാവശ്യം. ഒരു 125 രൂപ എഴുതി കൊടുക്കേ. 125 രൂപ എഴുതി കൊടുക്കുക. അതിനകത്ത് 125 രൂപ സർവീസ് ചാർജ് സാറേ. മനസ്സിലായില്ല സാറേ? ATM ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാല് സർവീസ് ചാർജ് 25 രൂപ ഈടാക്കും. ഇപ്പൊ സാറ് 5 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സർവീസ് ചാർജ് 125 രൂപ അടയ്ക്കണം. അടയ്ക്കണം. അയ്യോ, അതെ, ഞാൻ ഈ 5 പ്രാവശ്യം നോക്കിയിട്ടു അതിനകത്ത് 0 ബാലൻസ് ആണെന്ന്. അപ്പൊ 0 ബാലൻസ് അല്ലേ? 0 ബാലൻസ്. ഒരു 300 എഴുതി ഷേർലി. 300 നേരത്തെ 100 കൂടെ 125 കൂടെ 425. അല്ല, ഈ 300 എന്തിനെന്ന് പറ. എന്തിനാന്നോ? ഇതിനകത്ത് മിനിമം ബാലൻസ് ഇല്ലാത്തോണ്ടാണ് ഫൈൻ അടയ്ക്കണം പറഞ്ഞു. ഫൈനാണിത്. അയ്യോ, അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്? അതിപ്പോ അടയ്ക്ക്, ഇവിടെ കൊണ്ട് അടയ്ക്ക്. എഴുതിയാ? ഫൈൻ. അതെ സാറേ,
എന്നാ പൈസ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇതിപ്പോ എവിടെ ചെന്ന് കണ്ടു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, കുറച്ചെങ്കിലും. അപ്പൊ ഒരു കേസ് കൊടുക്കാല്ലേ പോലീസ്? അതൊരു നല്ല ഐഡിയ ആണ്. പക്ഷെ അല്ല, കേസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കയ്യും വീശി പോയിട്ട് കാര്യമില്ല. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം, അതുമായിട്ട് വേണം ചെല്ലാൻ. മതി. അപ്പൊ എന്റെ അക്കൗണ്ട് നമ്പറിൽ എന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു തരാവോ? സ്റ്റേറ്റ്മെന്റ് എടുക്കണം അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ 6 മാസത്തെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 250 രൂപയാവും. ഇതിപ്പോ അത് 1 വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ 500 രൂപയാവും. അങ്ങനെയാണ്. സർവീസ് ചാർജ് ഉണ്ട് അതിന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഈ ഫീ ഇല്ലാത്ത എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? ഉണ്ടോ? നൂലിലൊരു പേന കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഫ്രീ ആണത്. അത് കെട്ടിയല്ലേ ഇട്ടേക്കണത്, ആരും എടുത്തോണ്ട് പോവാതിരിക്കുക. അപ്പൊ എഴുതട്ടെ, നോക്കട്ടെ എന്താ. ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഞങ്ങൾ പാവങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കുറെ ജോലി ചെയ്ത് കുറെ കാശുണ്ടാക്കും, ഇവിടെ കൊണ്ടിടും. നിങ്ങൾ ഓരോ ഫീസ്, ആ ഫീസ്, ഈ ഫീസ്, സർവീസ് ചാർജ് എന്ന് പറഞ്ഞ് ഓരോ രീതിക്ക് അതങ്ങ് പിടിച്ചെടുക്കും. ഇനി അഥവാ ബാങ്കിലിടാതെ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാന്ന് പറഞ്ഞാൽ ഏത് നേരത്താണ് ഏത് നോട്ടാണ് നിരോധിക്കണമെന്ന് ദൈവം തമ്പുരാന് പോലും അറിഞ്ഞുകൂടാ. ഇതൊക്കെ എന്തോന്നാണ് സാറേ ഈ നടക്കുന്നത്? ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ.